ഓക്കെ, നമ്മളങ്ങനെ രണ്ടാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലെസൺ 16ാമത്തെ ലെസണാണ്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിലെ ലാസ്റ്റ് ലെസണാണ്. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ROI ഗ്രോത്ത് കാൽക്കുലേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വിംഗ് ട്രേഡിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ROI ബൂസ്റ്റ് ചെയ്യുന്നതിന്, നമ്മുടെ ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്. നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ 7% ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് പോലെ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് 7% എന്നുള്ളത് ഒരു ഇയർലിയിൽ ഒരു 20, 30, 40%ലേക്കെങ്കിലും എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ROI ബൂസ്റ്റ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു കൃത്യമായിട്ടൊരു നോട്ട് ചെയ്ത് വെച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോ എൻട്രി എടുക്കുന്നതും അത് നോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് പ്രോഫിറ്റിലാണോ എക്സിറ്റ് ആകുന്നത്, അത് ലോസിലാണോ എക്സിറ്റ് ആകുന്നത്, എത്ര എമൗണ്ട് ആണ് പ്രോഫിറ്റിലേക്ക് വരുന്നത്, അത് നമ്മുടെ ക്യാപിറ്റലുമായിട്ട് ആഡ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ മെത്തേഡ് ശരിയാണോ, നമ്മുടെ പ്രോഫിറ്റ് ROI ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ കാൽക്കുലേഷനാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ക്യാപിറ്റൽ എത്രയാണെങ്കിലും അത് 100% കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിലും പ്രീമിയം ഗ്രൂപ്പിലും എല്ലാം കാണിച്ചു തരുന്നത് 1 lakh എന്ന ക്യാപിറ്റലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 1 lakh ഇനീഷ്യൽ ക്യാപിറ്റലാണെന്ന് നിങ്ങൾ എക്സാമ്പിളായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ ആദ്യമേ മാർക്കറ്റിലേക്ക് വന്നു, നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്തു, അതിനുശേഷം നമ്മൾ നിഫ്റ്റിയുടെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുശേഷം നമ്മൾ സ്റ്റോക്കിലേക്ക് പോയിട്ട് ഒരു നല്ല ഒരു എൻട്രി ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടെത്തി. ആ ഒരു സ്റ്റോക്കിൻ്റെ പേരാണ് GRSE. അതിന് നമ്മൾ ട്രേഡ് 1 എന്ന് പറഞ്ഞ് നമ്പറിങ് കൊടുത്തു. ഓക്കെ, അപ്പം ഇനി നമ്മൾ അതിൻ്റെ അകത്തിടുന്ന ക്യാപിറ്റൽ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? അത് ആ ഒരു എൻട്രി നല്ല രീതിയിൽ നമ്മുടെ എൻട്രി മെത്തേഡ് അതിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രി മെത്തേഡിൽ നമുക്ക് ഒരു 20% വരെ പോകാം. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റി അപ് ട്രെൻഡ് ആയിരുന്നു, ബട്ട് എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ ഒരു എൻട്രിയിൽ. എന്തെങ്കിലും പാരാമീറ്റേഴ്സിൽ കുറച്ച് കുറവുകൾ കണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ 10% ആണ് എൻട്രി എടുത്തത്. അപ്പോൾ ഞാനിവിടെ എത്രയാണ്? അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് 10% എൻട്രി എടുക്കാമെന്ന് ഉദ്ദേശിച്ചു. ഞാനിവിടെ എത്രയാണ്? 10,000 രൂപയ്ക്ക് ഈ ഒരു GRSE എന്ന് പറഞ്ഞ സ്റ്റോക്ക് വാങ്ങാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇനി എൻട്രി പ്രൈസ് എത്രയാണ്? എൻട്രി പ്രൈസ് ആണ് നമ്മുടെ 600 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി പ്രൈസ് കണ്ടുപിടിച്ചു, അങ്ങനെ എൻട്രി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ SL ടാർഗറ്റ്, അപ്പോൾ SL എത്രയാണ്? 560. ടാർഗറ്റ് എത്രയാണ്? 660. അപ്പം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു ട്രേഡ് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊരു പോയിന്റിൽ നമ്മൾ എൻട്രി എടുക്കണം, ഏതൊരു പോയിന്റിൽ എക്സിറ്റ് ആണെന്ന്. ഇവിടെ ടാർഗറ്റും SL നോക്കുവാണെങ്കിൽ നമ്മൾ എൻട്രി എടുത്തതിൽ എത്രയിലാണ് എൻട്രി എടുക്കാൻ തീരുമാനിച്ചത്? 600. അപ്പോൾ 600 എൻട്രി എടുക്കുമ്പം മാർക്കറ്റിലേക്ക് എത്ര രൂപ ഒരു സ്റ്റോക്കിന് മുകളിൽ കൊടുക്കാൻ റെഡിയാണ്? 40 രൂപ. അതായത് 600 നിന്ന് സ്റ്റോക്ക് 600 എൻട്രി എടുത്തതിന് ശേഷം 560 വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു 560 വരുമ്പോഴത്തേനും ആ ഒരു സ്റ്റോക്ക് വിറ്റ് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടി റെഡിയാണ്. അതുപോലെ തന്നെ ടാർഗറ്റ് എത്രയാണ് എഴുതിയിരിക്കുന്നത്? 660. അതായത് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു 60 രൂപ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എക്സിറ്റ് ആകാൻ റെഡിയാണ്. അപ്പോൾ ആ ഒരു ട്രേഡിൻ്റെ 600 എന്ന പോയിന്റ് ഇതാണെങ്കിൽ, നമ്മുടെ 560 എന്ന് പറഞ്ഞ ഈ റീജിയൻ ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? ഇത്രയുണ്ട്. നമുക്ക് ഈ ഒരു ടാർഗറ്റിൻ്റെ സൈസും സ്റ്റോപ്പ് ലോസിൻ്റെ സൈസും ടാർഗറ്റിൻ്റെ സൈസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഇവിടെ നമുക്ക് ടാർഗറ്റ് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രീസ് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അതപ്പോൾ നമ്മൾ റിസ്ക് റിവാർഡ് ഇവിടെ എത്രയാണ്? 1:1.5 വരെ വരും. ഓക്കെ, 1.5 ആണ്. 1:1.5. ഓക്കെ, അപ്പോൾ നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടെത്തിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ഒരു 10,000 രൂപയ്ക്ക് എത്ര സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ, നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ എൻട്രി പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? 10,000 രൂപയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ പോകുന്നത്. ഡിവൈഡഡ് ബൈ എൻട്രി പ്രൈസ് എത്രയാണ്? 600. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഏകദേശം 16 പോയിൻറ്റ് സംതിങ് കിട്ടും. 16 പോയിൻറ്റ് സംതിങ് കിട്ടും. നമ്മൾ 16 പോയിൻറ്റ് സ്റ്റോക്കൊന്നും ഇല്ല. നമ്മൾ ഒന്നുകിൽ 16 എടുക്കാം, അല്ലെങ്കിൽ 17 എടുക്കാം. ഞാനിവിടെ 16 സ്റ്റോക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 9,600 സംതിങ് ഈ ഒരു സ്റ്റോക്കിൽ, ഈ ഒരു ക്യാപിറ്റൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 9,600 രൂപ. അപ്പം ഇവിടെ നമ്മൾ 9,600 രൂപ കൊടുത്ത് ഏകദേശം 16 സ്റ്റോക്ക് GRSEയുടെ വാങ്ങിച്ചു. അപ്പോൾ GRSEയുടെ വാങ്ങിച്ചു, അതിനുശേഷം നമ്മൾ മറ്റേതെങ്കിലും സ്റ്റോക്സ് അവിടെ കണ്ടെത്താമെന്ന് നോക്കി. പക്ഷേ നമുക്ക് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ദിവസം നമുക്ക് മറ്റൊരു സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇനി ഓർത്തു, ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീണ്ടും നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് നമുക്ക് മറ്റേതെങ്കിലും സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള സമയമുള്ളെങ്കിൽ, നമ്മളപ്പോൾ ഫ്രീ അല്ല, നമ്മൾ കുറേ ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ സ്റ്റോക്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ട്രേഡ് 1 നമ്മൾ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഇനി
എൻട്രി എടുത്തതിന് ശേഷം മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴോട്ട് പോകാം. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇനി ഇത് എങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമുക്കൊരു നല്ല എൻട്രി എടുക്കാനേ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താഴോട്ടാണ് വരുന്നതെങ്കിൽ SLലേക്ക് വരുവാണെങ്കിൽ അവിടെ എക്സിറ്റ് ആകുക. അതല്ല ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഒന്നുകിൽ നമുക്ക് കൃത്യമായിട്ട് ആ ടാർഗറ്റിൽ എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. സ്വിംഗ് ലോ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ ട്രെയിലിംഗ് SL ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ഉപയോഗിച്ച് ഇതിനെ ട്രെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ലോ ട്രേഡ് ചെയ്ത് കട്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കട്ട് ചെയ്തു. അപ്പം ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കട്ട് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എക്സിറ്റ് ആകും. അപ്പോൾ നല്ലൊരു വോളിയൊക്കെ തന്നിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലാണെങ്കിൽ. അപ്പം ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ആ ഒരു സ്റ്റോക്ക് നമ്മുടെ 600 എന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണ്. ഒരു സ്റ്റോക്കിൽ എത്ര രൂപ കിട്ടി? നമുക്ക് 60 രൂപ കിട്ടി. ടോട്ടൽ 16 സ്റ്റോക്കിൽ എത്ര കിട്ടി? നമുക്ക് 960 രൂപ. ഏകദേശം നമ്മളൊരു റൗണ്ട് ഫിഗറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കൊരു 1000 രൂപ നമ്മൾ ആ ഫസ്റ്റ് ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കറണ്ട് ക്യാപിറ്റൽ എത്രയായി? നമ്മുടെ ആദ്യത്തെ ഇനിഷ്യൽ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയായിരുന്നു. 1 ലക്ഷം പ്ലസ് 1000, 1 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു 1000 കൂടെ ആഡ് ചെയ്തിട്ട് 1,10,000 രൂപയായി നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ. ഇപ്പോഴത്തെ കറണ്ട് ക്യാപിറ്റൽ എത്രയാണ്? 1,10,000. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എത്ര വന്നു? 1% ഇൻക്രീസ് ചെയ്തു, 101%ലേക്ക് വന്നു. ഈ ഒരു 100%ൽ നിന്ന് നമ്മൾ 1000 രൂപ കിട്ടിയപ്പോൾ എത്രയാണ്? 1% കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ കറണ്ട് ക്യാപിറ്റൽ എത്രയും 101%ലേക്ക് വന്നു. അപ്പോൾ അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചാർട്ടിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊരു സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഡയഗ്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസി ഉറപ്പ് വരുത്തുന്നതിനാണ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു നമ്മുടെ 100% എന്ന ക്യാപിറ്റൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തപ്പം ഈ ഒരു ലെവൽ വരെ എത്തി. ഓക്കെ, ഈ ഒരു ലെവൽ വരെ നമ്മൾ എത്തി. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ എക്സിറ്റ് ആയി. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പം കറൻറ്റ്ലി ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 0. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും മാർക്കറ്റ് നിഫ്റ്റിയുടെ ചാർട്ട് അതുപോലെ തന്നെ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് 3 സ്റ്റോക്കുകൾ കിട്ടി. ഓക്കെ, അപ്പം അടുപ്പിച്ച് 3 സ്റ്റോക്കുകൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഒരു എൻട്രി കാണാൻ സാധിക്കുന്നുണ്ട്, DLFലും കാണാൻ സാധിക്കുന്നുണ്ട്, ചോളമണ്ഡലം ഫിനാൻസിലും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിനാരിയോയിൽ നമ്മൾ ടോട്ടലായിട്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ഒരു സൈഡ് വേസിലാണ് നിൽക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ അകത്ത് 3ൻ്റെ അകത്ത് നമ്മൾ 20% വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിൽ അത് എത്ര വരെ പോകാം? അത് 60,000ലേക്ക് പോകാം. ടോട്ടൽ 60%ലേക്ക് പോകും. അപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയ സൈഡ് വേസ് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സ്റ്റോക്കിൽ മാത്രം 20%ഉം ബാക്കിയുള്ള സ്റ്റോക്കിൽ 10% വെച്ച് 40%ൽ നിർത്തി. ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ 40% മാത്രമാണ് എൻട്രി എടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു AC എന്ന സ്റ്റോക്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എൻട്രിയാണ് കിട്ടിയത് ബാക്കിയുള്ള സ്റ്റോക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 20% എൻട്രി എടുത്ത്. നമ്മൾ ഇവിടെ ടോട്ടൽ 20% എത്രയാണ്? ഈ ഒരു ക്യാപിറ്റലിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റലിൻ്റെ നമുക്ക് 20,000 രൂപയാണ് അതിൻ്റെ 20%. ഓക്കെ, അപ്പം ഇവിടെ എൻട്രി ആ സ്റ്റോക്കിൽ 800 ആയിരുന്നു, നമ്മുടെ ടാർഗറ്റ് 900 ആയിരുന്നു, ഫൈനൽ SL 740 ആയിരുന്നു. അപ്പോൾ ഇവിടെ മാർക്കറ്റിലേക്ക് നമ്മൾ എത്ര രൂപ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ റെഡിയാണ്? 100 രൂപ. മാർക്കറ്റിന് കൊടുക്കാൻ എത്ര റെഡിയാണ്? നമ്മൾ 60 രൂപ. ഓക്കെ, അപ്പോൾ ഇത് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി എടുക്കുകയാണ് 800. അപ്പം 800 എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 20,000-ൻ്റെ 800-ൻ്റെ എത്ര ക്വാണ്ടിറ്റി കിട്ടും? 20,000 ഡിവൈഡഡ് ബൈ 800. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് പറയും. അപ്പോൾ 25 ക്വാണ്ടിറ്റി നമ്മൾ ACയുടെ ബൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പം ബൈ ചെയ്തു. അതിനുശേഷം ആ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തു. ഓക്കെ, അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ DLFലും എൻട്രി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് റണ്ണിങ് ആണ്. AC എന്ന സ്റ്റോക്ക് റണ്ണിങ് ആണ്. അത് ടാർഗറ്റിലേക്കും സ്റ്റോപ്പിലേക്ക് ഗ്രോസിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റിലേക്ക് ഒന്നും എത്തിയില്ല. നമുക്ക് DLF കണ്ടുപിടിച്ചു. DLFൽ നമ്മൾ സ്ട്രാറ്റജി നമ്മുടെ എൻട്രി മെത്തേഡ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മുടെ 20% ക്യാപിറ്റൽ ഡിപ്ലോയ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം നിഫ്റ്റി കുറച്ചൊരു ഡൗൺ ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്യാപിറ്റൽ വേണമെങ്കിൽ ഇച്ചിരി കുറച്ചെടുക്കാം എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ ഒരു എൻട്രി മെത്തേഡ് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു 10% ക്യാപിറ്റൽ എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ 500 എന്ന എൻട്രിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 500-ലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് പ്രൈസിൽ തന്നെ എൻട്രി എടുക്കാൻ പോവുകയാണ്. എക്സാക്റ്റ് എൻട്രി ടൈമിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ നോക്കി ഇതിൻ്റെ അകത്ത് SL എത്ര വെക്കണം? 50 രൂപയാണ് ഇതിൻ്റെ SL. നമ്മൾ ടാർഗറ്റ് എത്രയാണ്? 100 രൂപയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാണ്? 1:2. ഇത് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഒരു 10,000 രൂപയ്ക്കകത്ത് 500 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ വിലയെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 500 നമുക്ക് 20 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ DLFൻ്റെ 20 ബൈ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു 2 എൻട്രീസും
മുമ്പിൽ പുറകിലായിട്ട് എടുത്തു, ഒരു ദിവസമൊക്കെ ഇടവിട്ട് അങ്ങ് എടുത്തു. അപ്പോൾ ചോളമണ്ഡലം ഫിനാൻസും അതിനോട് ചേർന്ന് തന്നെ എൻട്രി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റോക്കും ഓൾറെഡി പോർട്ട്ഫോളിയോയിൽ റണ്ണിങ് ആണ്. AC റൺ ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ DLF റൺ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അപ്പോൾ തന്നെ നമ്മൾ ചോളമണ്ഡലം ഫിനാൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ക്യാപിറ്റൽ 10%ലാണ് എൻട്രി എടുക്കുന്നത്. എൻട്രി 1000 രൂപയിലാണ്, 1100 ടാർഗറ്റ്, 950 ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. നമുക്ക് മാർക്കറ്റിലേക്ക് 50 രൂപ കൊടുക്കുന്നു, മാർക്കറ്റിൽ നിന്ന് 100 രൂപ എടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ടാർഗറ്റിൻ്റെയും ഈ ഒരു ഈ ഒരു സ്റ്റോക്കിൻ്റെയും റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 തന്നെയാണ്. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ എത്രയാണ് നമ്മൾ 10 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1010. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ക്വാണ്ടിറ്റി ബൈ ചെയ്തു. അപ്പോൾ മൂന്ന് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 3 AC എന്ന് പറഞ്ഞ സ്റ്റോക്കുണ്ട്, DLF എന്ന് പറഞ്ഞ സ്റ്റോക്കുണ്ട്, ചോളമണ്ഡലം ഫിനാൻസോ എന്ന് പറഞ്ഞ സ്റ്റോക്കുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു AC എന്ന് പറഞ്ഞ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ബട്ട് നമ്മുടെ DLF എന്ന് പറഞ്ഞ സ്റ്റോക്ക് പതുക്കെ ഇങ്ങനെ നിന്നിട്ട് പതുക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ താഴോട്ടാണ് പോരുന്നത്. അതുപോലെ തന്നെ ചോളമണ്ഡലം ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കും പതുക്കെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ AC എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണ്. DLF എന്ന് പറഞ്ഞ സ്റ്റോക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ്. അതുപോലെ തന്നെ ചോളമണ്ഡലം ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ROE ഗ്രോത്ത് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ എക്സിറ്റ് ആകുന്നത് ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അവിടെ ആദ്യമേ എക്സിറ്റ് ആകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഏതാണോ ആദ്യമേ ഹിറ്റ് ആകുന്നത് അതാണ് ആദ്യമേ എക്സിറ്റ് ആകുന്നത്. അപ്പം ഇവിടെ ഞാൻ എക്സിറ്റ് ആകുന്നത് ഇത് എക്സിറ്റായി, അതിനുശേഷം ഇത് എക്സിറ്റായി, അതിനുശേഷം ഇത് എക്സിറ്റായി എന്നാണ് പറഞ്ഞത്. ബട്ട് അങ്ങനെയല്ല, ഒരുപക്ഷേ ഈ DLFലായിരിക്കും നമ്മൾ ഫസ്റ്റ് എക്സിറ്റ് ആകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏതാണോ എക്സിറ്റ് ആകുന്നത് അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ROE ഗ്രോത്ത് കാൽക്കുലേഷൻ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഇതിൽ എക്സിറ്റായി, നമ്മൾ 25 ക്വാണ്ടിറ്റിയിൽ 100 രൂപ വെച്ച് 22,500 രൂപ നമ്മൾ പ്രോഫിറ്റ് എടുത്തു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു 101% വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ എൻട്രിയിൽ നിന്ന്. അപ്പോൾ ട്രേഡ് 2ൽ നമ്മൾ എക്സിറ്റ് ആയപ്പോൾ പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ 103%ലേക്ക് വന്നു. ഓക്കെ, 103.5%. അതായത് ഈ ഒരു 2,500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000ൻ്റെ 2.5%. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ക്യാപിറ്റൽ എത്രയായി? 1,01,000ൻ്റെ കൂട്ടത്തിൽ 2,500 കൂടെ ആഡ് ചെയ്തിട്ട് 1,03,500 ആയി. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പഴയ ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എമൗണ്ടും കൂടെ, ഈ ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് കറണ്ട് ക്യാപിറ്റൽ 1,03,500 ആയി. അപ്പോൾ നമ്മുടെ റിട്ടേൺ എത്രയായി? 3.5%. ഇവിടെ 101 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ 2.5% കൂടെ ആഡ് ചെയ്തിട്ട് 103.5%ലേക്ക് എത്തി. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രോത്ത് ഇവിടെ നിന്ന് രണ്ടാമത്തെ ട്രേഡ് എത്തിയപ്പോൾ അതിന് 103.5%ലേക്ക് എത്തി. അപ്പം നമ്മുടെ ടൈം പതുക്കെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ സ്റ്റാർട്ട് ഈ ഒരു ടൈമിലാണ് തുടങ്ങിയത്. നമ്മുടെ ജനുവരി മാസം ഏകദേശം പകുതിയായിരിക്കുന്നു ഇത്രയും. ഓക്കെ, നമുക്ക് ജനുവരി മാസം പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എത്ര % അച്ചീവ് ചെയ്യാൻ പറ്റി? അപ്പോൾ ജനുവരി മാസം ഏകദേശം തീരാറാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് 3.5%ലേക്ക് എത്തി. ഓക്കെ, ഇനി നമ്മൾ DLF എന്ന സ്റ്റോക്ക് എന്താണ്? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത്. അപ്പം 450ലേക്ക് വന്നിട്ട് നമ്മൾ 450 എക്സിറ്റ് ആവുകയാണ് സ്റ്റോക്ക്. നമുക്ക് 1000 രൂപ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എത്രയായി? കറണ്ട് ക്യാപിറ്റൽ നമുക്ക് 1,03,500 എന്ന ക്യാപിറ്റലിൽ നിന്ന് ഈ ഒരു 1000 രൂപ കുറച്ച് നമ്മുടെ വീണ്ടും 1,02,500 എന്ന ക്യാപിറ്റലിലേക്ക് വന്നു. അതായത് ഇവിടെ എത്രയാണ്? 1% നഷ്ടം വന്നു. അപ്പം നമ്മൾ 103.5 എന്നതിൽ നിന്ന് 1% കുറച്ച് 102.5% ആയി. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കർവ് വന്നു, ഒരു കറക്ഷൻ വന്നു. നമ്മുടെ ചാർട്ടിൽ ഒരു ചെറിയൊരു താഴോട്ടൊരു മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർട്ട് ഫസ്റ്റ് ട്രേഡ് എടുത്തപ്പോൾ ഇവിടെ എത്തി, സെക്കൻഡ് ട്രേഡ് എടുത്തപ്പോൾ ഇവിടെ എത്തി, തേർഡ് ട്രേഡ് ലോസ് വന്നപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, ഇനി നമ്മൾ 4ാമത്തെ ട്രേഡിൽ എക്സിറ്റ് ആവുകയാണ്. അവിടെ എത്രയാണ്? 1000 രൂപ പ്രോഫിറ്റിലാണ് എക്സിറ്റ് ആയത്. ഓക്കെ, അപ്പം ആ ഒരു 1000 രൂപയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുവാണ്. അപ്പം ഈ ഒരു 1,02,500 കൂട്ടത്തിൽ വീണ്ടും 1000 രൂപ കൂടെ ആഡ് ചെയ്തിട്ട് 1,03,500ലേക്ക് വന്നു. 103.5%ലേക്ക് വന്നു. അപ്പോൾ അതെവിടെയാണ്? ഇങ്ങോട്ട് പോയി 103.5%ലേക്ക് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ 4 ട്രേഡ്സ് പോയി. ഇനി മുമ്പോട്ട് പോകുമ്പം വീണ്ടും മറ്റൊരു എൻട്രി എടുത്തു. അതിൻ്റെ അത് വീണ്ടും ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. അവിടെ ഏകദേശം ഒരു 1,500 രൂപ, 1.5% ആണ് നമ്മൾ അച്ചീവ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഈ ഒരു ട്രേഡ് ഇവിടം വരെ എത്തി. അത് ഞാനിവിടെ ഈ ഒരു ട്രേഡ് ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല, അത് മനസ്സിലാക്കുക. നമ്മുടെ ചാർട്ട് ഇവിടെ നിൽക്കുന്നു, ഇവിടം വരെ എത്തിയിരുന്നു. അതിനുശേഷം എടുത്ത അടുത്ത എൻട്രി നമ്മൾ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്, 105% വന്നു. അതിനുശേഷം പിന്നെ നമ്മൾ എടുത്ത ഒരു എൻട്രി ലോസിലേക്കാണ് പോയത്, ഒരു ചെറിയ ലോസിലേക്കാണ് പോയത്, ഒരു 0.6%ലേക്കാണ് പോയത്. അതിനുശേഷം അടുത്ത സ്റ്റോക്ക് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലേക്കാണ് വന്നത്. അതിനുശേഷം അടുത്ത സ്റ്റോക്ക് നമ്മൾ അടുത്ത ട്രേഡ് നല്ല രീതിയിലൊരു പ്രോഫിറ്റിലേക്കാണ് വന്നത്. നമ്മുടെ ROE ഗ്രോത്ത് കണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മുകളിലേക്കുള്ള ഒരു ROE ഗ്രോത്ത് ഗ്രാഫ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആകണമെങ്കിൽ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ട്രേഡർ ആയി എന്ന് പറയണമെങ്കിൽ, നിങ്ങളുടെ ROE ഗ്രോത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഡിപ്പ് ഉണ്ടാവും. അത് കവർ ചെയ്ത്
മുകളിലേക്ക് അപ് ട്രെൻഡിൽ നമ്മൾ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോകുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന ഒരു ROI ഗ്രോത്ത് അല്ലെങ്കിൽ ROI കാൽക്കുലേഷൻ ഗ്രാഫ്, ഇതുപോലെ ഒരു ഗ്രാഫ് കിട്ടുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതിനകത്ത് ചേഞ്ച്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഈ ഒരു സ്റ്റോക്ക് കണ്ടോ, ഈ താഴോട്ട് വന്നിപ്പം കുറച്ച് താഴോട്ടാണ് വന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റിൽ കുറച്ച് എമൗണ്ടാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുള്ളൂ. ആയിട്ട് വീണ്ടും കുറച്ച് കൂടുതൽ മുകളിലേക്ക് പോയി ആയിട്ട് നഷ്ടം വന്നപ്പോൾ കണ്ടോ കുറച്ചാ വന്നുള്ളൂ. ആയിട്ട് കണ്ടോ പ്രോഫിറ്റ് ചെറുതും വരും, ചില സമയത്ത് പ്രോഫിറ്റ് വലുതും വരും. നഷ്ടം വരുമ്പോൾ ചെറുതാ വരാവുള്ളൂ. നമ്മൾ പ്രോഫിറ്റ് വരുമ്പോൾ കുറച്ചും കൂടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വരുത്തുക, നഷ്ടം വരുമ്പോൾ ചെറുതാക്കുക. പ്രോഫിറ്റ് വരുമ്പോൾ മുകളിലേക്ക് പോട്ടെ, നഷ്ടം വരുമ്പോൾ ചെറുതാക്കുക. ചിലപ്പോൾ ഈ നഷ്ടം ഇങ്ങനെ 2-3 തവണ വരാം, ഇങ്ങനെ വരാം. ബട്ട് അതിനുശേഷം പ്രോഫിറ്റ് വരുമ്പോൾ പതുക്കെ മുകളിലേക്ക് പോകണം, പ്രോഫിറ്റ് വരുമ്പോൾ മുകളിലേക്ക് പോകണം. നഷ്ടങ്ങൾ 1-2 വരാം. ഇതുണ്ട് 1-2 വന്നു, പ്രോഫിറ്റ് ഇങ്ങനെ അടുപ്പിച്ച് 2-3 വന്നു. ഓക്കെ, നഷ്ടം 1 വന്നു, വീണ്ടും പ്രോഫിറ്റ് വന്നു, നഷ്ടം വന്നു, പ്രോഫിറ്റ് വന്നു, നഷ്ടം വന്നു, പ്രോഫിറ്റ് വന്നു. ഇങ്ങനെ നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ഗ്രോത്ത് പോയി ഒരു മിനിമം 30% അച്ചീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളൊരു സക്സസ്ഫുൾ ട്രേഡർ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ മെത്തേഡ് നല്ല രീതിയിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. ഇനി അത് 40 അല്ലെങ്കിൽ 50ലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം. നല്ലൊരു റിട്ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 40-50% വരുവാണെങ്കിൽ അതിമനോഹരം എന്ന് പറയാൻ സാധിക്കും. അതിനി 50% എബോയിലേക്കാണ് നിങ്ങൾ റിട്ടേൺ ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് 1 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്ത് അത് 1,50,000 മുകളിലേക്ക് ഒരു ഇയറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എക്സലൻറ്റ് കാറ്റഗറിയിൽ എന്ന് പറയാൻ സാധിക്കും. അപ്പം എക്സലൻറ്റ് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ഈ ഒരു 30 എന്നുള്ളത് 40ലേക്കും 40 എന്നുള്ളത് 50ലേക്കും 50 എന്നുള്ളത് 60ലേക്കും അതിന് മുകളിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. അത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, പക്ഷേ ആ ഒരു കാറ്റഗറിയിലായിട്ട് എത്തിക്കഴിഞ്ഞാൽ അതൊരു നല്ല റിട്ടേൺ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അമേസിങ് റിട്ടേൺ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, നമ്മൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്ത് ഇത്രയും താഴോട്ട് വന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വലിയ നഷ്ടങ്ങൾ വരുത്തി വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയിട്ട് ഇങ്ങനെ വലിയ നഷ്ടം വരുത്തി വീണ്ടും ഇവിടെ നിന്ന് പോയി ഇങ്ങനെ വലിയ നഷ്ടം വരുത്തി, ഇങ്ങനെ ഒരു ചാർട്ടല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇവിടെ ജൂൺ ആയി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ടാണ് വേണ്ടത്, മുകളിലേക്ക് പോകുന്ന ചാർട്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കി നിഫ്റ്റി അപ് ട്രെൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഇടുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ക്യാപിറ്റൽ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗെയിൻസ് ഒരുപക്ഷെ നിഫ്റ്റി അപ് ട്രെൻഡ് ആകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഗെയിൻസ് ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നിഫ്റ്റി ഇത് പോയിട്ട് സൈഡ് വേസ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ എൻട്രീസ് എടുക്കുന്നത് ചിലപ്പോൾ ചെറിയ പ്രോഫിറ്റിൽ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ചെറിയൊരു നഷ്ടത്തിൽ കിട്ടും. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ നിഫ്റ്റി അപ് ട്രെൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് വീണ്ടും ഇത് സർവൈവ് ചെയ്ത് മുകളിലേക്ക് പോകും. ഓക്കെ, അതാണ് ഇതെല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എഫക്റ്റീവ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇനിഷ്യൽ ക്യാപിറ്റലിനെ എങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരുത്താം എന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യമേ പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ ഒരു വലിയ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം. ബട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ ക്യാപിറ്റലും കൊണ്ടാണ് വരുന്നത്, ഒരു ഫിക്സഡ് ക്യാപിറ്റലും കൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് 1 ലക്ഷമാണ് എടുത്തത്. അപ്പം ആ ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ നമ്മുടെ ഇവിടെ എത്രയാണ്, 1 ലക്ഷം രൂപ 100% അപ്പം ഒരു വർഷം നമ്മൾ ആ ഒരു എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുകയാണ്. അപ്പം ആഫ്റ്റർ 1 ഇയർ ക്യാപിറ്റൽ 1,40,000 രൂപ ആക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇവിടെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ആഫ്റ്റർ 1 ഇയർ ക്യാപിറ്റൽ 1,40,000 140% വന്നു. ഓക്കെ, അതപ്പോൾ നല്ലൊരു ഗുഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും 140% എത്തുന്നത്. നല്ല ഡിസിപ്ലിനോട് കൂടി നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത ആൾക്കാർ 140% വന്നു. ഇനി നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആവും ഇത്രയും ടൈം കൊണ്ട്. ചിലവർ ചിലപ്പോൾ 6 മാസം കൊണ്ട് എക്സ്പീരിയൻസ് ആവും, ചിലവർ 1 വർഷം കൊണ്ടായിരിക്കും, ചിലവർ 1-2 വർഷങ്ങൾ കൊണ്ടായിരിക്കും. അപ്പം ഇത് ഞാനൊരു മിനിമം ആയിട്ട് പറയുന്നത് ഒരു 3 അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ആയി വരും. ഒത്തിരി ചാർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് രീതിയിൽ എടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ജസ്റ്റ് മുകളിലത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇതാണ് ഈ കാര്യങ്ങൾ, വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലതാണെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ശരിയാണ്. അത് തന്നെ ഞാൻ ഓരോ ചാർട്ട് എടുത്തിട്ട് വോളിയം ഇൻക്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നതും ചില സാഹചര്യങ്ങളിൽ മുകളിലേക്ക് പോകുന്നില്ലെന്നും ഇതെല്ലാം കാണിച്ചു തരുന്നത് എന്താണ്, അതിൻ്റെ അകത്തുനിന്ന് അനാലിസിസ് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസിൻ്റെ അകത്തും കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസ് ഉണ്ടാകും. അതിൻ്റെ അകത്ത് ആ ഓരോ ലെങ്തും ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു ലെങ്ത്
ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞ ഓരോ എക്സാമ്പിൾസും മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് വ്യക്തമായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മളെന്താണ് പറഞ്ഞത്? ഇത് 1 വർഷം കഴിയുമ്പോഴത്തേനും 1.40 എത്താൻ സാധിച്ചു. അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും ആശംസിക്കുന്നത്. ഓക്കെ, അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന ഈ ഒരു മെത്തേഡ്, ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു എന്നും ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിലും ഒരുപാട് പേരുണ്ടായിരിക്കും, അവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ ഗെയിൻ ചെയ്ത് മുമ്പോട്ട് പോവാണ്. അപ്പോൾ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം, നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് 1 വർഷമാണ് എടുത്തത്. 1 വർഷം കഴിയുമ്പോഴത്തേനും ഒന്നുകിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു 1,40,40,000 എന്നുള്ളത് ഈ ഒരു ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 1 നിന്ന് 1.40 വന്നു. ഓക്കെ, 1.40 വന്നു. ഓക്കെ, ഇനി ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് 100% എന്ന് കൺസിഡർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വീണ്ടും 100% എന്ന് കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? നിങ്ങൾക്ക് 14,000 രൂപയുടെ എൻട്രി എടുക്കാം. അതിനുശേഷം ഓരോ സ്റ്റോക്കിലും 10%-ലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ 14,000 എൻട്രി എടുക്കാം. 20%-ലാണെങ്കിൽ 28,000 എൻട്രി എടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ പതുക്കെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആയിട്ട് വരുന്നത് കണ്ടോ? ഓക്കെ, അപ്പം ഇതൊരു മെത്തേഡ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യൽ ക്യാപിറ്റൽ ഇട്ടു, അത് ഗെയിൻ ചെയ്ത് 1 വർഷം കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ ആയി കഴിയുമ്പോഴത്തേനും അതിനെ വീണ്ടും നമ്മൾ 100% എന്ന ക്യാപിറ്റലിലേക്ക് കൊണ്ടിരുന്നു. ഓക്കെ, ആ ഒരു ക്യാപിറ്റലിനെ നമ്മൾ 100% എന്ന ക്യാപിറ്റലിലേക്ക് കൊണ്ടിരുന്നു 1.40. അതിനുശേഷം അതിനെ നമ്മൾ 100%ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആക്ച്വലി അത് 140%ലേക്ക് പോയി, എങ്കിലും നമുക്ക് 100% എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? ആ ഒരു 100% കൊണ്ടുവരാനുള്ള കാരണം നമ്മൾ ഇവിടെയൊക്കെ എൻട്രി എടുക്കുമ്പോൾ, ഒരു ട്രേഡിൽ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ 10%ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഇതുവരെ നമ്മൾ 10,000 രൂപയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ 1.40 എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ 10% കാണണം. നമ്മുടെ ക്യാപിറ്റൽ ഗെയിനായി. ഇനിഷ്യൽ ക്യാപിറ്റൽ അല്ല, ഇതിൻ്റെ അടുത്ത് എത്രയായി? 1.40 1 വർഷം കഴിയുമ്പോഴത്തേനും. ഓക്കെ, 1.40. അപ്പോൾ ഇതാണ് 100%. അതിൻ്റെ 10%-ലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അതപ്പോൾ എത്ര വരും? 14,000 രൂപയിലാണ് പിന്നെ ഒരു 10% എൻട്രി വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പതുക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. ഓരോ സ്റ്റോക്കിലും എടുക്കുന്ന ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് ഒരു നോർമൽ മെത്തേഡ്. ഇനി രണ്ടാമത്തെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ്? നമുക്ക് 1 വർഷം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്യാപിറ്റൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പം 1.40 വരെ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്വിംഗ് ട്രേഡ് ചെയ്ത് നമ്മൾ എത്തിച്ചു. ഓക്കെ, 1.40 വരെ എത്തിച്ചു. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പുറമേ നിന്ന് വർക്ക് ചെയ്ത് ഒരു ചെറിയ ക്യാപിറ്റലും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 60,000 രൂപ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 50,000 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 ലക്ഷം ആഡ് ചെയ്യാം. ഞാനിവിടെ എക്സാമ്പിളായിട്ട് വീണ്ടും നമ്മൾ 1 ലക്ഷം രൂപയും കൂടെ ആഡ് ചെയ്തെന്ന് വെക്കുക. അപ്പം 1 ലക്ഷം രൂപ ആഡ് ചെയ്തു എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയി, നമ്മൾ നല്ല കംഫർട്ടായി, നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ട്രസ്റ്റ് ഉണ്ടായി. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ ആഡ് ചെയ്തു. അപ്പോൾ അത് എത്രയായി? ടോട്ടൽ ക്യാപിറ്റൽ 2.40. നമ്മുടെ ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എത്രയായി? 2,40,000 രൂപ. ഇനി നമ്മൾ ഈ ഒരു 2,40,000 രൂപയാണ് നമ്മൾ 100% എന്ന് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, 100% എന്ന് കൺസിഡർ ചെയ്യേണ്ടത് എത്രയാണ്? നമ്മുടെ 2,40,000 രൂപയാണ് ഈ ഒരു സെക്കൻഡ് മെത്തേഡിൽ. ഈ ഒരു 2,40,000 രൂപയാണ് നമ്മുടെ 100%. ഓക്കെ, ഇതാണ് നമ്മുടെ 100%. അപ്പം ഇതിൻ്റെ 10% എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ എത്ര വരും? 24,000 രൂപയ്ക്ക് നമുക്ക് എൻട്രി വരും. ഓക്കെ, അതുപോലെ തന്നെ 20% ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര വരും? 48,000 രൂപയ്ക്ക് എൻട്രി വരും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ചെറിയ ക്യാപിറ്റൽ തുടങ്ങുക, അതിനുശേഷം നമ്മൾ കംഫോർട്ടബിൾ ആയി എന്ന് തോന്നുമ്പോൾ, അതിപ്പോൾ ഞാനിവിടെ 1 ഇയർ എന്ന് കൊടുത്തത് നല്ല രീതിയിൽ കംഫോർട്ട് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ്. നമുക്ക് 3 അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് പതുക്കെ ക്യാപിറ്റൽ ആഡ് ചെയ്യാം. പക്ഷേ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്ന സമയത്ത് 100% ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ ഗെയിൻ ആയെങ്കിൽ നമുക്ക് എത്രമാത്രം ഗെയിൻ ആയി എന്ന് നോക്കുക. ആ ഗെയിൻ ആയെങ്കിൽ ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മോശമില്ലാത്ത രീതിയിൽ നല്ലൊരു ഗെയിൻ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, എങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആഡ് ചെയ്യാം. അതല്ല, ഗെയിൻ ആയില്ല, നമ്മൾ 100% എന്ന ക്യാപിറ്റൽ തുടങ്ങിയിട്ട് നമ്മുടെ 1 ലക്ഷത്തിൽ തുടങ്ങി കഴിഞ്ഞിട്ട് അത് 95,000 വന്ന് നിൽക്കുവാണ് വീണ്ടും. ഓക്കെ, അത് 95,000 വന്ന് നിൽക്കുവാണ്, 95K. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്രയാണ്? 5% നഷ്ടത്തിലാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് നല്ല രീതിയിൽ വീണ്ടും നമ്മൾ ചെയ്ത് എന്തൊക്കെയാണ് റോങ് മെത്തേഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഒരിക്കലും ക്യാപിറ്റൽ ആഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഒന്നുകിൽ ആ ഒരു ക്യാപിറ്റൽ തന്നെ എൻട്രി എടുത്ത് മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ക്യാപിറ്റൽ വീണ്ടും ട്രൈ ചെയ്യുക.
അതിനുശേഷം ആ ഒരു കുറഞ്ഞ ക്യാപിറ്റൽ ഇപ്പം 95K എന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ ആ 45 രൂപ നമ്മൾ അതിൻ്റെ അകത്ത് എക്സിറ്റ് മാറ്റി വെച്ചിട്ട് വെറും 50,000 ട്രേഡ് ചെയ്ത് നോക്കുക. 50,000 സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം 50,000 സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടിയും ആ 45 വീണ്ടും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അതായത് നമ്മൾ ഈ ഒരു 100% താഴോട്ടാണ് പോരുന്നത്. അപ്പം 1-2 ട്രേഡ് ലോസ് ആയി എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ട്രേഡോ അല്ലെങ്കിൽ സെക്കൻഡ് ട്രേഡ് അല്ലെങ്കിൽ തേർഡ് ട്രേഡിൽ നമ്മൾ മുകളിലേക്ക് പോകണമെന്നില്ല. നമ്മൾ ട്രേഡ് ചെയ്ത് 1-2-3 മാസം കഴിയുമ്പോഴത്തേനും നോക്കുക ഈ ഒരു 100% എന്നുള്ളതിൻ്റെ അത് താഴോട്ടാണ് വരുന്നത്, അതേ മുകളിലായിട്ടാണ് പോകുന്നത്. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പതുക്കെ ആലോചിക്കാം. ക്യാപിറ്റൽ താഴോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കരുത്. ഈ ഉള്ള എമൗണ്ട് ഒന്നെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ തന്നെ വീണ്ടും കൂടുതലായിട്ട് പഠിച്ച് എൻട്രി എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് കുറച്ചും കൂടെ കുറച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ നോക്കുക. അപ്പോൾ ക്യാപിറ്റൽ കുറച്ചിട്ട് എൻട്രി എടുക്കുക. അതിനുശേഷം അത് ക്ലിയർ ആയി എന്ന് തോന്നുമ്പോൾ വീണ്ടും ക്യാപിറ്റൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ പ്രോഫിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ രീതി, സ്റ്റൈല് അത് റെഡി ആകാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഈ ഒരു 16 ലെസൺസ് ഉണ്ടായിരുന്നു. ഈ ഒരു 16 ലെസൺസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പം നമ്മളിപ്പം ആദ്യത്തെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ഇനിയും പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്.